നിന്നോടൊന്ന് പഠിപ്പിച്ചേരാൻ പറഞ്ഞപ്പോ നിനക്ക് പറ്റൂലായിരുന്നല്ലോ. നല്ല ബാലൻസ് ആയടാ. ഈ റോഡിലൂടെ ഒന്ന് കൊണ്ടുപോകും, ഞാൻ ഓടിച്ചോളാം, നീ ഒന്ന് കൂടെ വന്നാ. എന്നിട്ട് വേണം പോലീസ് ഓടിക്കാൻ. നല്ല ഫൈനാ ഇപ്പൊ. മോളെ തൽക്കാലം ഓടിയിട്ട് ഉരുട്ടിയാ മതി. നന്ദിയില്ലാത്ത പട്ടി. നിന്നെ അല്ല. എന്താടാ വൃത്തികേടാ. ആർക്ക്? എനിക്കോ അതോ നിനക്കോ? മാറ്. അവനിപ്പോ വരുവേ. ഇതിലാണ് ഏറ്റവും കൂടുതൽ. ഇത് എനിക്കൊരു കൊച്ചു തന്നാ ഒരിക്കലേ കഴിഞ്ഞില്ലേ? പൊക്കൂടെ? ഓക്കെ, നന്നായി പഠിക്കണേ. നിങ്ങക്ക് ബുക്ക് കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ ബുക്ക്. ഉച്ചക്ക് പച്ചരി ചോറ് പിന്നിനി ഒറ്റക്കിരുന്നടി ബോറ് കുത്തി കുറിച്ച് ശപിച്ച് നടക്കണ കൊട്ട തുണിയുണ്ട് മോറ് മുച്ചമടിച്ച് കിളച്ച് മറിക്കണ ഡപ്പ മുഴുക്കെ അരിച്ച് പിറക്കണ തുട്ടുകൂടുക്കെന്ന് നുള്ളി പറക്കിനി പറ്റണ പോലിങ് കേറ് കരല് പലത് അതില് ജലത് പെടപെടക്കണടാ തലവര ഇത് തുണി തുന്നിക്കെട്ടി മുഖം മറക്കണടാ പകല് പലത് അതില് ജലത് പുക പറക്കണടാ തലവര ഇത് അരമിനിച്ച് തുടക്കണടാ ഒന്നൊന്നേര് ദുരുദുര കരുതലിൽ അലറിക്കുതറേ ഒന്നൊന്നേര് പടവഴികൾ പറയണേ ഒന്നൊന്നേര് ദുരുദുര കരുപൊഴികളടി പതറരുതടല പടല കിഴങ്ങടിഞ്ഞാട് നിങ്ങൾ വലിയ വാചം ഓടിക്കാതെ കൊച്ചിന്റെ ഫീസിന്റെ ആയിരുന്നു എന്റെ തീരുമാനമായിരുന്നു. എന്റെ പൊണ്ണിന്റെ ആകപ്പാടെ ആർട്ടിനിക് ആൽബം മേടിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ കടക്കറി വരുന്നത്, അതും വല്ലപ്പോഴും. വിഷയത്തിൽ ഇപ്പൊ ആരും വരുന്നില്ല. അതങ്ങനെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ടേ പാമ്പ് കടിക്കാൻ. മനസ്സിലായി, വരണ്ടെന്നല്ലേ? കൊഴപ്പില്ലടാ, കൊഴപ്പില്ല, എല്ലാം നന്നായി നടക്കട്ടെ. നിമ്മിനെ കാണാൻ പോയതിന് പൈസ തരണം കേട്ടോ. അത് തരാം. പിന്നെ ബാബയെ കാണാൻ പോയതേ അവിടെ ചെന്ന് വിളമ്പാൻ നിൽക്കണ്ട കേട്ടോ. ആലോചിക്കട്ടെ, ബാക്കിയൊക്കെ നിന്റെ കയ്യിലിരിപ്പോലെ ഇരിക്കും. ശരി. അയ്യോ അന പറച്ചമ്മ. അതാരാ? എന്റെ അമ്മായി. എവിടുത്തെ? ഒന്ന് ബഹുമാനിച്ചേക്കാം. നീ തന്നെ അങ്ങ് കട്ടാക്കിയേക്ക്. ഓ, ബിരിയാണി കഴിച്ച കാലം മറന്നു. നന്ദിയില്ലാത്ത തേണ്ടി. നീയോ? CBSE കാര് സംസാരിക്കും, ഞാൻ പോരാ. പിടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നാണക്കേടാ. ടഫ് കോമ്പറ്റീഷൻ അമ്മച്ചി. പുഴയിലെങ്ങും ഒറ്റ മീനില്ല. ഗ്ലോബൽ വാർമിങ്, പരിസ്ഥിതി മലിനീകരണം. മനോജേ, മനോജേ, എടാ മനോജ് സുന്ദര, നീ ഏത് ലോകത്താ? ഞാൻ വിളിച്ചിട്ട് നീ എന്താ വിളിയേക്കാത്തെ? അല്ല, അറിയാലോ ഈ നാട്ടിൽ തന്നെ ആകെ മനോജ് എന്ന് വിളിക്കുന്നത് ജോ മാത്ര. അതാ റിയാക്ഷൻ ഡിലേ ആയത്. മിസ്റ്റർ മനോജ് സുന്ദരൻ. ഓ എന്തോ, നീ ഓൾറെഡി സുന്ദരനല്ലേ, പിന്നെ നിന്നെ എന്തിനാ സുന്ദരാന്ന് വിളിക്കുന്നത്? അതുകൊണ്ടാ ഞാൻ നിന്നെ മനോജെന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ അപ്പം ജോക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോ? ആ, അപ്പൊ അത് പോട്ടെ. ദേ, എന്റെ മോസ്കോ ഗോൾഡിന് കുഞ്ഞുങ്ങളായി, കണ്ടാ? ആ കണ്ടായിരുന്നു. വിക്കുവല്ലോ അല്ലേ? ആ ലോക്ക്ഡൗൺ അല്ലേ, അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ, നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്താ നിനക്കുള്ള. അതെ, ഇത് തീരാറായും നീ എങ്ങനെ അറിഞ്ഞു? ജോ മരത്തിൽ കാണുമ്പോ ഞാൻ മനസ്സിൽ കാണും. അതങ്ങനെ അല്ലല്ലോ മനോജെ. അങ്ങനെയല്ലേ? ആ ദേ വിളിക്കുന്നു, ചെല്ല്. അതൊന്നും സാരില്ല. വരുവാടാ. പോടാ, വേഗം പോ, അവന് വിഷമാവും. പോട്ടെ. പോ. എന്തിനാടാ കിടന്ന് കാറുന്നത്? ഞാൻ വരുവല്ലേ. എപ്പോ വന്നാലും ബാക്കി പോണവന്.
നീ അവിടെ എന്തെടുക്കുവായിരുന്നടാ? സം ബിസിനസ് ഡീൽസ്. അതെ, ഉണക്കമീൻ്റെ. എന്നാ പിടി. ജീവനുള്ള മീൻ വില കിട്ടുന്ന സ്ഥലമുണ്ടോ? എന്തിനാണ്? അല്ലെങ്കിൽ അമ്മച്ചിയുടെ മുന്നിൽ നാറും. ഇവന്റെ അമ്മച്ചിയെ മാരൊക്കെ തക്ക. മനോജേ, ഇത് പിടിച്ച് കൊല്ലു. എന്താ? ഇന്നാടാ ഗപ്പി ഫീഡിന്റെ കാശാ. അല്ല, ഇതൊന്നും വേണ്ട ചേച്ചി. നിന്റെ ഉണ്ടാവില്ലല്ലോ, നീ വെച്ചോ. വേണ്ട. വെച്ചോ. പോട്ടെ. ഡാ, ആ, ഞാനും കൂടി വരട്ടെ. എനിക്ക് ഇവിടെ നിന്ന് ബോറടിച്ചു. അതിനിപ്പോ എന്താ പോരെ? ആണോ? ആ. എന്നാ ഒരു മിനിറ്റ്, ഞാൻ ഡ്രസ് മാറിട്ട് വരെ. ഓ. പോലെ ഇല്ല 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 ഇല്ല. അമ്മച്ചി, ഞാൻ ഇവരോട് ഒന്ന് പോവാണേ. നിനക്കെന്താ വട്ടാണോ? എടാ ചേച്ചിയല്ലേ പാവം, പോന്നോട്ടെ. പാവം. വലിക്കാൻ പറ്റില്ലടാ, പോങ്ങ. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? പൈസ വാങ്ങിയത് എന്തായാലും നന്നായി. നാളത്തേക്ക് സാധനം മേടിക്കാൻ കാശായി. കൊള്ളാം. പാവം ചേച്ചി വിഷമായി കാണും. നമുക്കൊരു ദിവസം ചേച്ചിനെ കൂടി കൊണ്ടുപോകണം കേട്ടോ. കൊള്ളാം. ചേച്ചി സുന്ദര, എന്നേക്കാളും 3 വയസ്സ് മൂത്തവളെ ഞാൻ എടീന്ന് വിളിക്കുമ്പോ നിന്നേക്കാളും 1 വയസ്സ് മൂത്തവളെ നീ എന്തിനാ ചേച്ചിന്ന് വിളിക്കുന്നത്? എടി മതി, ജോമോളെ വലിയ റെസ്പെക്റ്റ് ഒന്നും വേണ്ട. എടാ മോനെ, ജോമോനെ, ഞാൻ നിന്നൊക്കെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് 1ാം ക്ലാസ് മുതൽ കണ്ടു തുടങ്ങിയതാ ജോമോളെ. ഓ, പണ്ട് സ്കൂളിൽ കരഞ്ഞു പോയി നിന്ന് എന്നെ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കിയത് ജോമോള. അതിന് ശേഷമാണ് ഞാൻ നിന്നൊക്കെ കണ്ടത്. സമയമുണ്ടല്ലോ, പയ്യെ മാറ്റി മാറ്റി വിളിക്കുന്നു. നിർത്തടാ ജോമോളുടെ കഥ. എടാ, ഞാൻ ഇന്നലെ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ലിങ്ക് കണ്ടായിരുന്നു. ഏത് ലിങ്ക്? നമ്മുടെ ഫിറോസിക്കയുടെ വീഡിയോ. ഏത്? ബക്കറ്റ് ചിക്കൻ? ആ, കഴിഞ്ഞ ലോക്ക്ഡൌണിൽ എല്ലാരും ഉണ്ടാക്കിയടാ, നമ്മൾ മാത്രം ഉണ്ടാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ കോഴി ഞാൻ സ്പോൺസർ. പക്ഷെ നീ ഉണ്ടാക്കണം. ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് മെനക്കേടാ. ആ, ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഒരു ഓളത്തിനെ റാഫിനെയും ബെൽജിനെയൊക്കെ വിളിക്കാം. ആണ്. അപ്പൊ എല്ലാം ഓക്കെ. സെറ്റ് സെറ്റ്. ഇപ്പൊ നീ പോയി 6 ഗോൾഡ് മേടിക്കും. സിഗരറ്റ് മേടിക്കാൻ ധൈര്യമില്ലാത്തവന്മാര്. എന്നാ പിടി. ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലേ, പിന്നെ പിന്നൊന്നുമില്ല. ചേട്ടാ, 6 ഗോൾഡ് 3 സെന്റർ ഫ്രഷ്. ഒരു മിനിറ്റ് തരാ, പണിയുണ്ട്. കാലിയല്ലേ? ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിക്കൊള്ളൂല്ലോ ചേട്ടാ. കുറച്ച് മാറിയുന്ന പോരെ? എത്ര? 6 ഗോൾഡ്. എന്നാ ബാക്കി ഇവിടെ കിടന്നോട്ടെ. മുറുക്കാൻ വേണോ? മുറുക്കാൻ വേണ്ട, സെന്റർ ഫ്രഷ് എടുത്തു. തേടാ അവന്റെ അമ്മാവൻ. എട്ട്. അവനെ ഇപ്പൊ പൊക്കും. അവനെ പൊക്കിയ നമ്മളെയും പൊക്കും. നാട് മുഴുവൻ പാട്ടാവും. മുങ്ങിയാലോ? മീൻ പിടിക്കാം, മീൻ പിടിക്കാം, മുത്തം പോടോടാ. ശരി എന്നാ. ഉണ്ട്. റേറ്റ് ഇത്തിരി കൂടുതലാ. റേറ്റ് ഞാൻ ചോദിച്ചോ, നീ 2 എടുത്തേ. ഭാരിക്കാ. തിരിഞ്ഞു നോക്കണ്ടോ? തിരിഞ്ഞു നോക്കിയ സംശയം തോന്നും. പെട്ടെന്ന് നടന്നു. ഇവനെ പിടിച്ചില്ല. ഈ മാസ്കിന്റെ ഒരു ഗുണമേ, സ്വന്തം അമ്മാവനെ വരെ മരുവനെ തിരിച്ചറിയാൻ പറ്റണില്ല. ആ പന്നക്കളവനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നാട് വിടേണ്ട അവസ്ഥയേനെ. ചൊറിയനാടാങ്ങേര്. ഫോട്ടോ സഹിതം ഫാമിലി ഗ്രൂപ്പിലിട്ട് നാറ്റിച്ചേനെ. ആ, എന്നെ മാത്രല്ല നിങ്ങളെ. പോടാ. ആടാ. ഇപ്പൊ തന്നെ മീശോത്തി പോയേനെ. സൂക്ഷിച്ച്. സുന്ദര, എന്തോ? +2 കഴിഞ്ഞൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയ ഞാനും എൻ്റെ പെണ്ണോടെ നീ ബാംഗ്ലൂർ. കേട്ടിരിക്കേ, ഞാനിപ്പോ വരാം. 3 കിലോമീറ്റർ നിന്നിട്ട് മൂട് കളയേണ്ട ആവശ്യമില്ലല്ലോ. ജോമനെ, നീ വാ. +2 കഴിഞ്ഞൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയ ഞാനും എൻ്റെ പെണ്ണോടെ ബാംഗ്ലൂർ കോളേജിൽ അഡ്മിഷൻ എടുത്ത്. കോരമംഗലയിൽ 1 BHK വാടകയ്ക്ക്. നൈസായിട്ട് ലീവിങ് ടുഗദർ. അഡ്മിഷൻ എടുക്കാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ കോളേജ് ഞാൻ പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. അതിനെന്താടാ, ഫോണിൽ കൂടെ പരിപാടി നടക്കണല്ലേ? നിന്റെ ലുഡോ കളിയല്ല ഇത്. അടുത്ത പഞ്ചായത്തായിട്ട് പോലും അവളെ 2 മാസമായിട്ട് കണ്ടിട്ടില്ല. കാണാൻ പോയിട്ട് വരെ തേഞ്ഞു. അതപ്പോ
ഏതപ്പം എപ്പോഴോടാ കാണാൻ പോയെ? ഒന്ന് നിർത്തടാ. ആര് പോയി? എപ്പോ പോയി? എപ്പോ വന്നാലും നിനക്ക് ഇതല്ലേ പറയാനുള്ളൂ. 5-6 കിട്ടിയിട്ടുണ്ട്. എടാ ഇനി പോകുമ്പോ എന്നെയും വിളിക്കണോട്ടോ. എറിയുമ്പോ അങ്ങോട്ട് നീക്കി എറിയണേ. അവിടെ കേട്ടോ. ഇവന്മാരെല്ലാ ദിവസം വരുന്നുണ്ടല്ലോ. ഇവന്മാരുടെ ഇല്ലാത്ത സാധനങ്ങളും ഇല്ല. പിണ്ടികളും. എടാ നോക്കി നിൽക്കുമ്പോഴല്ലടാ ബ്ലാക്കോ ഒന്ന് മീൻ പിടിച്ച് കയറ്റുന്നേ. അവന്റെ സൈക്കിൾ തന്നെ കണ്ടോ? 10,60,000 രൂപ വിലയുള്ള മുതലാ. കൊറേ കാശ് ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. മണ്ടൻ പരിഷ്കാരി. സ്റ്റാൻഡില്ല. ഈ കനാലില് മീൻ പിടിക്കാനോ ഈ പട്ടി ഷോ. ഇവനെ കണ്ട എനിക്ക് അപ്പ ടെൻഷൻ വരും. എന്തിനാടാ ടെൻഷൻ? നമ്മൾ സിഗരറ്റ് വലിക്കാൻ വരുന്നതല്ലേ. അതല്ല, എനിക്ക് അവനെ കണ്ടൂടാ. അവന്റെ ഒരു ബോച്ചെ മാസ്ക്. പരിഷ്കാരി. യെസ്, വിൻഡ് അങ്ങോട്ടാണ്. അപ്പൊ അവിടെ കാസ്റ്റ് ചെയ്യാം. അവന്റെ ഒരു ഇംഗ്ലീഷും. നീ ICSE ആണോ? തെണ്ടി. ഒരു അനാവശ്യം പോരും. കൊത്തിയാ മൂവ്മെന്റ് ഉണ്ട്. ഇങ്ങനെ വേണം കാസ്റ്റ് ചെയ്യാൻ. സൂപ്പർ. എന്തിരിക്കടാ മുണ്ടുപൊക്കി കാണിക്കടാ. പോടാ കാണട്ടാമാര്. കണ്ടില്ലേ ഞാൻ വന്ന അനാവശ്യം? ഒരു 250 ഗ്രാംസ്. എന്തുവാടാ തീട്ടപ്പിള്ളേര്? നമ്മളെ കളിയാക്കുന്നേ മനസ്സിലാണോ? സിഗരറ്റ് വേണോ? സിഗരറ്റ് വരാൻ എടുക്കുമല്ലേ? ചൂടാവുന്നേ. ഓറാക്കുന്ന കണ്ടില്ലേ? ആക്കട്ടെ പിടിച്ചെന്താ? ഒന്ന് എണീറ്റ് പോടാ. ഞാൻ പോരാവേ. നീ ഇത് പിടിച്ചേ. ഞാനിപ്പോ വരാട്ടോ. എടാ മോളിൽ നിന്നല്ലേ താഴെ പോയി കഴിയാണ്. ഇവനെന്ത് സൈക്കോടാ? ടെൻഷൻ അടിച്ച അപ്പിടാൻ മുട്ടു. എന്റെ പൊന്നബി, ഒരുത്തൻ അങ്ങ് ഇപ്പൊ പോയതേ ഉള്ളൂ. അതിനെന്താ? അപ്പോഴേക്കും അവന്റെ കുറ്റം പറയാൻ തുടങ്ങി. എടാ എന്തോ കൊളുത്തിയിടാ. പാറയിലായിരിക്കും. അല്ല, അവന്റെ ഹുക്കിലാണെന്നാ തോന്നുന്നേ. അവന്റെ ഹുക്കോ? നൈസായിട്ട് വലിക്ക് പൊട്ടോന്റെ ഹുക്ക്. ലുക്ക് കൊടുക്കണ്ട, കളിയാക്കും. ഞങ്ങൾക്ക് കിട്ടണ എനിക്ക് രാജാവായി വാഴും ഞാൻ, ഒന്നുമില്ലേലും ഭരിക്കും ഞാൻ. ട്യൂഷൻ എടുക്കുമ്പം ചേച്ചി അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലായിരുന്നു ഞാൻ നമിതയൊക്കെ ഒന്ന് കാണായിരുന്നു. വരാത്തേ നല്ലത്, അല്ലെങ്കിൽ അവൾ അവരുടെ മുമ്പിൽ വെച്ച് നാറ്റിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടാണ്. പി. എടാ മോനെ ജോ, ഇതിനെ നീ വീട്ടിൽ കൊണ്ടുപോ. തരില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല, നിന്റെ അമ്മച്ചിയുടെ ഡൗട്ടൊക്കെ ഒന്ന് മാറട്ടേടാ. നീ കൊണ്ടോക്കോ. അപ്പൊ ഓക്കെ, നാളെ കാണാം. ആ, നിനക്ക് ഞാൻ നാളെ വാളനെ തരും. സ്രാവ് മതിയായിരുന്നു. Potential difference is not the same as potential energy. നിങ്ങൾ പ്രോബ്ലം ചെയ്തിരുന്നോ? Potential energy of a charge Q moved from A to B divided by അമ്മച്ചി കണ്ടാ? ആഹാ കൊള്ളാലോ. ഇന്ന് ചക്കപ്പുഴുക്കിന് എന്നാ കറി വെക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കായിരുന്നു. ഏതായാലും മീൻ കറിയായി. അമ്മച്ചി ഇതൊന്നകത്തോട്ട് വെച്ചേക്കണേ. ഇനി താ വെച്ചേ. ഇതിന് നല്ല ഉളുമ്പായിരിക്കും. കല്ലപ്പ് മുഴുവൻ തീരും. നീ ഒരു കാര്യം ചെയ്യേണ്ട, തൊലി അങ്ങ് പൊളിച്ചേരും. അതൊന്നും സാരമില്ല അമ്മച്ചി, ഞാനേ ഉപ്പിട്ട് കഴിക്കോളാം. എന്റെ മണുകുണാഞ്ചൻ കെട്ടിയവനെ മീൻകറി ഭയങ്കര ഇഷ്ടം.
നിന്റെ അമ്മയ്ക്ക് നിന്റെ അപ്പനെ യാതൊരു വിലയില്ല കേട്ടോ. അമ്മച്ചിക്ക് കയ്യിലെന്താടി? തക്കാളി തരും മീൻ കഴിക്കാന്നോ? ആ കന്നത്തിൽ മുത്തമിട്ടാൽ വേണോ? താടി മീശയും കൊഴിഞ്ഞു പോവും. അതൊന്നും സാരില്ലടാ. നിനക്കെന്തിനാ അല്ലെങ്കിൽ മീശയും താടിയൊക്കെ? നിനക്ക് മീശയും താടി ഇല്ലാത്ത ഭംഗി. എന്താടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകായിരുന്നത്? എന്നെയും കൂടെ കൊണ്ടുപോടാ. എത്ര നാളായി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അതൊന്നും ശരിയാവില്ല, അവിടെ കുറെ ആൾക്കാരൊക്കെ തന്നെയാ. അതിനിപ്പം നീയും എബിയും മനോജൊക്കെ ഇല്ലേ, പിന്നെന്താ? ശരിയാവില്ല. നീ വലിയ ഡയലോഗ് അടിക്കണല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് എന്താ? അവൻ കൊണ്ടുപോവാണെങ്കിലേ നീ പോയാ മതി. കേട്ടല്ലോ, ഒന്ന് കൊണ്ടുപോടാ. നടക്കൂല. അമ്മച്ചി, ഞാൻ അന്നേ പറഞ്ഞില്ല ഇവൻ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്, അതുകൊണ്ടാണ് ഇവൻ എന്നെ കൊണ്ടുപോകാത്തതെന്ന്. നിന്റെ റൂമിൽ നിന്ന് എനിക്ക് സെന്റ് ഫ്രഷിന്റെ കവർ കിട്ടിയിട്ടുണ്ടോ? എന്താ എനിക്ക് തന്നൂടെ? ഒന്ന് പോയിക്കേ. എടുത്തു വെക്കടാ. അതിനകത്ത് മുഴുവൻ താഴെ പോയില്ലേ? എന്നാ പിന്നെ സോറി പറ. സോറി ഞാൻ പറയില്ല. എന്താണ് ഇത്? അവനല്ലേ ഇത് കാണിച്ചിട്ട് പോയത്? പുഴയിൽ മീൻ പിടിക്കാൻ പോയി വരാനെല്ലാം കിട്ടി, അത്രേ ഉള്ളൂ. ഡിക്ഷണറി വേണ്ടി വരും.